അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അഭിമുഖത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിലേക്ക് തിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മീഡിയക്കാർ ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിലവിലെ യുദ്ധസംബന്ധമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരു തീരുമാനമെടുക്കാനോ അതല്ലെങ്കിൽ യുദ്ധത്തിന് കഠിനമായിരിക്കുന്ന രീതി വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് ന്യൂയോർക്കിലേക്ക് പോകുന്നത് എന്ന തരത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊരു വശം അതിൻ്റേതുണ്ട് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാന്റെ ഭീഷണിയിൽ അമേരിക്ക ഇടപെടണം എന്ന് വെച്ചാൽ ഒന്നുകൂടി കടന്നു പറയുകയാണെങ്കിൽ ഇറാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഈ മേഖലയിൽ ഇസ്രായേലിന് സുരക്ഷിത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ. സർവ്വ മേഖലയും കടന്നാക്രമിക്കുന്ന തരത്തിലാണ് ഇറാന്റെ പ്രോക്സി വിഭാഗങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ വല്ലാതൊന്നും ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 6 രാജ്യങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്തുകൊണ്ട് 6 രാജ്യത്തെയും പരാജയപ്പെടുത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു സൈനിക വിഭാഗത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നു എന്നുള്ളത് വലിയ നാണക്കേടാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ.